Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഈ ഒരു ചാനലിലൂടെ വിറ്റ് പോകുന്ന ഒരു ഷോറൂമാണ് തൃപ്രയാറുള്ള ഈ ട്രൂ വാല്യൂ ഷോറൂം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂമിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഈ ട്രൂ വാല്യൂ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൽവിൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ആൾട്ടോയിൽ തുടങ്ങാം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ ഓൾട്ടോ 800 LX ഓപ്ഷനാണ് വരുന്നത്. ഓപ്ഷനാണ് BS6 എഞ്ചിനാണ് വരുന്നത്. അതുപോലെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, അതുപോലെ റിവേഴ്സ് പാർക്ക് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളിതിന് 1 year വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സർട്ടിഫൈഡ് ആണ്. അതുപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 25,000 സർട്ടിഫൈഡ് ഇല്ല. കറക്റ്റ് ആണ്. എന്താണ് ചോദിക്കുന്ന വില? നമ്മളിതിന് 3,75,000 ചോദിക്കുന്നത്. 3,75,000. നമുക്ക് എത്ര ഏകദേശം ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 85% ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. അപ്പോൾ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൾട്ടോ കാർ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ്? ഇത് 2020 മോഡൽ ഓൾട്ടോ 800 LX വേരിയന്റ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 9,000 കിലോമീറ്റർ ഓടിച്ചോളൂ. 9,000 കിലോമീറ്റർ. അത് കമ്പനി സർവീസ് സർവീസ് ആണ്. സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഇതിന് നമ്മൾ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ആണ് കൊടുക്കുന്നുണ്ടല്ലേ? ഇതിനെങ്ങനെ ചോദിക്കുന്നത്? നമ്മൾ 3,65,000 ചോദിക്കുന്നത്. 3,65,000. ഒരു 65,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇറക്കാൻ പറ്റില്ലേ? മതിയല്ലേ? ഓക്കെ. അപ്പോൾ 65,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ആൾട്ടോ 800 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 66,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 66,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ് ആണ്. സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് തന്നെ പ്രൈസ് 6,33,000 രൂപയാണ് വരുന്നത്. 6,33,000. അതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. പിന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റില്ല? നമുക്ക് 85% ലോൺ ചെയ്യാം. 85% വാഹനം തന്നെ. ഇത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റർ എന്ന മോഡലാണ്. ഗ്രാൻഡ് ഐറ്റർ ഇറ എന്ന് പറഞ്ഞ വരുന്നതാണ്. ബേസ് മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 21,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 21,000 കിലോമീറ്റർ. കമ്പനി സർവീസാ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നമുക്ക് ഈ വാറണ്ടി കിട്ടും. വാറണ്ടി 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 year വാറണ്ടി ഉണ്ട്. ഓക്കെ. മാരുതിയുടെ വാഹനമല്ല എങ്കിൽ പോലും ഒരു 1 year വാറണ്ടി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഞങ്ങൾ എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 4,18,000 ചോദിക്കുന്നത്. 4,18,000. അതിൽ ഏകദേശം എത്ര ലോൺ കിട്ടും? ഇത് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് വാഹനം എടുക്കാൻ നിൽക്കുന്ന, അതായത് 0 ഡൗൺ പേയ്മെന്റ് വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. 0 ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ഇത് ബ്രസ. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ ബ്രസ VXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 16,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. ഓക്കെ. കമ്പനി സർവീസ് കാര്യങ്ങളുണ്ട്. ഇത് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് 1 year വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 1 year വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. അത് നമുക്ക് എവിടെ സർവീസ് നമുക്ക് എവിടെ ചെയ്തു? മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യയിൽ ഇവിടെ വേണം ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 9,70,000 ആണ് വരുന്നത്. 9,70,000 രൂപ. ഇതിനൊക്കെ ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഇതിനൊരു 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. 1 ലക്ഷം രൂപ അല്ലേ? അപ്പോൾ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാരുതിയുടെ ബ്രസ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഇതിന് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ. അടുത്തായിട്ട് ടൊയോട്ട വാഹനം. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ടൊയോട്ട ഇറ്റിയോസ് ആണ്. ടൊയോട്ട ഇറ്റിയോസ് ഫുൾ ഓപ്ഷൻ ആണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ. അതെ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 62,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ്. റീവണ്ടി അങ്ങനെ വണ്ടികളൊന്നും എടുക്കില്ല. അല്ല, ഇറ്റിയോസ് ആയതുകൊണ്ട് ചോദിച്ചോട്ടോ, വേറെ തോന്നണ്ട. ഇല്ല, പിന്നെ കിട്ടില്ല. നമ്മൾ എടുക്കില്ല. റീവണ്ടി എടുക്കില്ല. അതുപോലെ തന്നെ ഫ്ലഡ് വണ്ടി എടുക്കില്ല. മേജർ ആക്സിഡന്റ് വണ്ടി അങ്ങനത്തെ. ഓക്കെ. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല അല്ലേ? ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് 4,70,000 ആണ്. 4,70,000 രൂപ. ഇതിന് എത്ര ലോൺ കിട്ടും? നമുക്ക് 4 ലക്ഷം രൂപ ലോൺ. അപ്പോൾ ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ഇറ്റിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഇത് ടൊയോട്ടയുടെ ഇറ്റിയോസ് ലീവ് അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഒരുപാട് വണ്ടികൾ ഇറ്റിയോസ് കയറുന്നത് ഒക്കെ പെട്രോൾ വേരിയന്റാണ് കയറുക. ഒരുപാട് കസ്റ്റമേഴ്സ് ഓടി വരും വണ്ടി കാണുമ്പോൾ. ടൊയോട്ട ബ്രാൻഡിനെ അറിയാലോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഓടി വരും ഡീസൽ വണ്ടിയാണോ ചോദിച്ചിട്ട്. പക്ഷേ എല്ലാവരും പെട്രോൾ വണ്ടിയാണ്. ഇത് 2013 മോഡല് ഇറ്റിയോസ് ലീവ. സെക്കൻഡ് ഓണർ ആണ്. വെറും 44,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. പിന്നെ കൂടാതെ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഫുൾ ഓപ്ഷൻ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങി. കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ടയർ കണ്ടീഷൻ ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇതിന് 4,65,000 ആണ് ചോദിക്കുന്നത്. 4,65,000. എത്ര ലോൺ കിട്ടും? നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ 4 ലക്ഷം ലോൺ കിട്ടും. അപ്പോൾ 65,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ കഴിയുന്ന വണ്ടിയാണ് അല്ലേ? അല്ല, ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇത് 2013 മോഡൽ ടാറ്റ ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ. അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 15,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി. അതെ. ഓക്കെ. ഇത് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് നമ്മൾ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 year വാറണ്ടി. അതെങ്ങനെ സർവീസ് കാര്യങ്ങളും
എല്ലാം കമ്പനി സർവീസ് ആക്സിഡന്റ് ഒന്നുമില്ല. എങ്ങനെ റേറ്റ് വരുന്നത്? ഇതിന് 4,85,000 നമ്മൾ ചോദിക്കുന്നത്. 4,85,000. ഓക്കെ, എത്ര ലോൺ കിട്ടും? നമുക്കൊരു 4,4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം. ഇത് 2020 മോഡൽ ഡിസൈർ VXA ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 49,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്, സർട്ടിഫൈഡ് ആണ്. ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ പെട്രോൾ അല്ല പറഞ്ഞത്? പെട്രോൾ ആണല്ലേ. ഓക്കെ, ഇതിന്റെ റേറ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് 6,05,000 രൂപ വരുന്നത്. 6,05,000 എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? ചെറിയ രീതിയിൽ, കാരണം കമ്പനിയിൽ എപ്പോഴും ഫിക്സ്ഡ് റേറ്റ് ആണ് വരാം. കാരണം വെച്ചാൽ നമുക്കൊരു നെഗോഷിയേഷൻ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇന്ന വർക്ക് ഉണ്ട്, ഇന്ന പോലെ വർക്ക് കംപ്ലൈൻസ് ഉണ്ട്, പറഞ്ഞിട്ടാണ് നമുക്കൊരു നെഗോഷിയേഷൻ വരണം. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക. മേജർ ആയിട്ടുള്ള വർക്ക് എന്തെങ്കിലും അതെല്ലാം ക്ലിയർ ആക്കി, ഓയിൽ ഫിൽറ്റർ സ്പാർക്കിളൊക്കെ മാറി, അതുപോലെ മെക്കാനിക് വർക്ക് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആക്കി, മേജർ സ്ക്രാച്ചസ് ടെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെയിന്റ് ചെയ്ത് വാഷിംഗ് പോളിഷിംഗ് പുതിയ കാർ ഇറങ്ങുന്ന പോലെയാണ് ഇറങ്ങുന്നത്. ഇതിന് ലോൺ എത്ര കിട്ടും? ഇതിന് നമുക്കൊരു 5.5 ലക്ഷം രൂപ ലോൺ. 5.5. അപ്പൊ ഒരു 55,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അതിന് ഇത് സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXA ആണ്. 2020 മോഡൽ VXA ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, വെറും 53,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. കമ്പനി സർവീസാ? അതെ, സർട്ടിഫൈഡ് ആണ്, 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം നല്ല 85% ടയറൊക്കെ ഉണ്ട്. ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 6,20,000 ആണ് വരുന്നത്. 6,20,000. ഏകദേശം ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 5,500 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 5,500 ലോൺ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഒരു 45,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയില്ലേ? ഓക്കെ, ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ ബലനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ്. ഡെൽറ്റ ഓട്ടോമാറ്റിക്, AMT അല്ല, CVT. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, വെറും 44,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. 44,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി സർവീസാ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടാതെ നമ്മൾ ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് പെട്രോൾ ഡീസൽ വരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണല്ലേ. ഓക്കെ, ഇതിനെങ്ങനെ എമൗണ്ട് വരുന്നത് ചോദിക്കുന്നത്? 6,18,000 രൂപയാണ് വരുന്നത്. 6,18,000. ഏകദേശം എത്ര ലോൺ കിട്ടും? നമുക്കൊരു 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 5.5 ലക്ഷം ലോൺ കിട്ടൂല്ലേ? ഓക്കെ, ബാക്കി ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂലേ? അല്ല, സ്വിഫ്റ്റ് അല്ലേ? ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് ZXA ആണ്. ZXA. അതെ, നമുക്ക് ഒരുവിധം വണ്ടിയാണ് നമ്മൾ വീഡിയോയിലൊക്കെ ഉണ്ടാവും. VXA വരുന്നതാണ്. ZXA ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുള്ളിൽ തൊട്ട് താഴത്തെ മോഡൽ. ZXA പ്ലസ് ആണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെ ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട്, അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കമ്പനി അലൈസാ? കമ്പനി അലൈസാ. ഓക്കെ, ഇത് 2020 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 63,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്, സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ, ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് 6,33,000 ആണ് പ്രൈസ് വരുന്നത്. 6,33,000. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? നമുക്കൊരു 5,500 വരെ ലോൺ ചെയ്യാം. 5 ലോൺ ചെയ്യാം. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കും? 50,000 മതിയാവും. 60,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ 50,000 എന്തായാലും വണ്ടി. അതല്ലേ. ഓക്കെ, ഇത് 2022 മോഡൽ സിലേറിയോ ZXA ഓട്ടോമാറ്റിക് ആണ്. ZXA ഓട്ടോമാറ്റിക്, പെട്രോളില് ടോപ്പിന് താഴെ. പക്ഷേ കസ്റ്റമർ എടുത്ത അഡീഷണൽ ആക്സറീസ് ഒക്കെ ഇതിന് അലോയ് കാര്യങ്ങൾ 50,000 ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡൽ 2022 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസാ? അത് കമ്പനി സർവീസ് ആണ്. ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഇതിന് ഈ സിലേറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുപോലെ ഈ സിലേറിയ നമ്മൾ സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ കൊടുത്ത വണ്ടിയാണ്. അതും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കസ്റ്റമർ വണ്ടി എടുത്തത്. ഏറ്റവും കൂടുതൽ നമ്മുടെ അതെ. അപ്പൊ ആള് വന്ന് വണ്ടി എടുത്തു, അതുപോലെ നല്ല ഹാപ്പി കസ്റ്റമർ ആണ്. നമ്മൾ വണ്ടി എടുത്തു, 1 വർഷം കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു ബ്രസ് ഓട്ടോമാറ്റിക് കയറിയപ്പോൾ അത് താല്പര്യം, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട്. ഇത് 5,95,000 പ്രൈസ്. 5,95,000. ഒരു 50 ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റൂലേ? ഇതിന് വാറണ്ടി കാര്യങ്ങളല്ലേ? സർട്ടിഫൈഡ് ആണ്, 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസൈർ അല്ലത്? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ ഡിസൈർ VXA ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. VXA ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 45,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് നമുക്കിപ്പോ ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് പാർക്ക് സെൻസർ, അതുപോലെ ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ റീർ AC വെന്റ് വരുന്നുണ്ട്. അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 15 ടയറും പ്ലസ് അലോയ് വീൽ അഡീഷണൽ അത്യാവശ്യം ആക്സറീസ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അത്യാവശ്യം നല്ല 60,000 ആക്സറീസ് കാര്യങ്ങൾ. ഇതിനെങ്ങനെ ചോദിക്കുന്ന പ്രൈസ്? 6,05,000 ആണ് ചോദിക്കുന്നത്. 6,05,000. ഒരു 50,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നത്. 6 മാസം വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അപ്പൊ അവസാനമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാം. എന്തെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013 മോഡല് സ്റ്റിംഗ്രേ എന്ന മോഡലാണ്. സ്റ്റിംഗ്രേ ഓപ്ഷൻ വേരിയന്റ് ആണ്. 2015 വരെയൊക്കെയാണ് ഇത് സ്റ്റിംഗ്രേ എന്നുള്ള പേരിൽ ഇറങ്ങിയത്. അതിന് 15 ശേഷം വേഗനർ VXA പ്ലസ് എന്നുള്ള പേരിലാണ് ഈ വണ്ടി ഇറങ്ങിയിരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
കാരണം വെച്ചാൽ വേഗം പക്ഷേ ഇതിന് പ്രൊജക്ടർ ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഗൺ മെറ്റൽ അലോയ്സ് വരുന്നുണ്ട്, സ്പോയിലർ, സ്കേറ്റിംഗ്, ഇതൊക്കെ കമ്പനി വന്നിരുന്നതാണ്. എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ കമ്പനി വിറ്റ് വന്നിരുന്നതാണ്. അത് പവറിന്റെ 4 ഡോറാ? റിമോട്ട് സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ ഡിഫോഗർ ഒക്കെ വരുന്നുണ്ട്. മോഡൽ 2013 അതുപോലെ സ്റ്റിംഗറിൽ VX വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വേറെ 60,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുണ്ട്. കമ്പനി സർവീസ്. ഇതിന് വാറണ്ടി വരില്ല, 13 ആയതുകൊണ്ട് വർഷം കുറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ തരുമ്പോൾ വണ്ടി ഫുൾ റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓയിൽ ഫിൽറ്റർ ഒക്കെ മാറി എന്തെങ്കിലും മെക്കാനിക് വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി പെയിന്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി തരും. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഇത് 3,15,000 ആണ് വരുന്നത്. 3,15,000. ഓക്കെ.